ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ചെറുപ്പകാല ജീവിതം, എൻ്റെ ഭവനത്തില് എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരി സഹോദരങ്ങളും, ഞങ്ങള് 9 മക്കള് അമ്മയും അപ്പനുമായിരുന്നു. എൻ്റെ അപ്പൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അപ്പോഴെല്ലാം ഞങ്ങള് 9 മക്കളും അമ്മയും ഞങ്ങള് ഒത്തിരി കഷ്ടത്തിലും ഭാരത്തിലും കൂലിപ്പണി എടുത്തൊക്കെ ഞങ്ങൾ ജീവിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഭാരത്തോടെ ഇരുന്നപ്പോൾ 6 പെൺമക്കളുണ്ട്. 6 പെൺമക്കളുണ്ട്, 3 ആൺമക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ കട്ടിച്ചയക്കാൻ വേണ്ടി യാതൊരു നിർവാഹവും ഇല്ലാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ടാകുവാനിടയായി. മൂത്ത സഹോദരൻ, മൂന്നാമത്തതാണ് മൂത്ത സഹോദരൻ ഗൾഫിലേക്ക് നേരിട്ട് വിളിച്ചു കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. ആ പെൺമക്കളെ 6 പേരെ വിവാഹം ചെയ്തയച്ചു. സഹോദരനിൽ കൂടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടായി. നന്ദിയോടെ സ്തോത്രം. അതാ ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ നാമത്തിൽ ഓർക്കുമ്പോൾ ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതെല്ലാം നന്നായി ചന്തോചിതമായി ദൈവം നടത്തുവാനിടയായി തീർന്നു. മക്കളെല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ടു. അവർക്കൊക്കെ മക്കളായി. അവർക്കൊക്കെ നല്ല നല്ല കാലങ്ങളൊക്കെ വന്നു. ഇപ്പോൾ എല്ലാം ദൈവം മാറ്റിമറിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. സഹോദരിയിൽ ഒരാൾ മരിച്ചുപോയി, അമ്മയപ്പനും മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 8 പേരുണ്ട്. സ്തോത്രം. അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് എന്നെ 19-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തയക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിവാഹം കഴിച്ച് കടന്നു വന്നപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് അവരോടൊത്ത് ജീവിച്ചു പോകണമല്ലോ. എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും എനിക്ക് അവരുടെ അടുക്കൽ വന്നപ്പോഴെല്ലാം എനിക്ക് ഭയമായിരുന്നു. ആ ഭയം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എങ്ങനെ എനിക്ക് അറിയില്ല, എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയും വിചാരമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് സാരമില്ലെന്ന് കണ്ട് അവരോടൊത്ത് അവരുടെ താഴ്മയില് അവരുടെ അനുസരണത്തിൽ നിന്നുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്ന കാലയളവില് എൻ്റെ ദൈവം എനിക്ക് നിദാനമായി 2 മക്കളെ തന്നു. ഒരാണും ഒരു പെണ്ണുമാണ് മക്കള്. മോന് 3 മക്കള്, മോൾക്ക് 2 മക്കള്. മോന്റെ മക്കള് പെൺമക്കള് 2 പേരും നഴ്സിംഗിന് പഠിക്കുന്നു. ഒരാള് ജോർജിയയില്, ഒരാള് ട്രിച്ചി എന്ന തമിഴ്നാട്ടില് നഴ്സിംഗിന് പഠിക്കുന്നു. ഇളയ മോൻ സാമുവേല്, അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്തോത്രം. അങ്ങനെ മക്കള്, മോന് ബിസിനസ് ആണ്, കോഴി ബിസിനസ് ആണ് മോന്. മരുമകള് വീട്ടില് പണിയൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ മറ്റേ മകള് വലിയ ജോലിയൊന്നുമില്ല. മോന് പെയിന്റിങ്ങിന്റെ പണി മരുമകന്. മോള് കല്യാണം കഴിച്ചു. മകന് അബുദാബിയിൽ ജോലി ഉണ്ടായിരുന്നു. മക്കളുടെ മകന് അതിപ്പോൾ നാട്ടിലുണ്ട്. അങ്ങനെ മക്കളുടെ കാര്യമൊക്കെ അങ്ങനെ ആയി ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ഇത്രത്തോളമൊക്കെ ദൈവം വളർത്തിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങള് രോഗഭാരത്തിലേക്ക് കടക്കുവാനിടയായി തീർന്നു. എനിക്ക് ഭയങ്കര നടുവേദന, നട്ടെല്ലിന്റെ വേദന, ഭയങ്കരമായ വേദന കൊണ്ട് പിടഞ്ഞ് നട്ടെല്ല് വേദന കൊണ്ട് ഞാൻ വീഴുമായിരുന്നു. എല്ലാ മാസവും ആശുപത്രിയിൽ കിടക്കാൻ പോകണം, എല്ലാ മാസവും ഫിസിയോതെറാപ്പി ചെയ്യണം. അങ്ങനെ സുഖമില്ലാതെ പണിക്കും പോകും. ഈ വേദന കൊണ്ട് ഇങ്ങനെ നടന്ന കാലയളവില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഭാരം, ഞാൻ ഒരു ഡോക്ടർമാരെ എന്നെ സൗഖ്യമാക്കിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് 12 വർഷക്കാലം ഞാൻ ആശുപത്രിയിൽ കയറി ഇറങ്ങി നടന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവസാനമായി ഇനി ഞാൻ ഈ പടി കയറുകയില്ല, ഇനി എൻ്റെ യേശുവിൻ്റെ അടുക്കേറ്റ് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജീവൻ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നുപോയി. അവിടെ ഞാൻ 4 പ്രാവശ്യം ധ്യാനം കൂടി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയില്ല. എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം യേശു ആരാണെന്നോ യേശു രക്ഷകനാണെന്നോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അങ്ങനെയുള്ള വിശ്വാസമായിരുന്നു. കുറച്ചൊരു വിശ്വാസം, യേശു എന്നെ രക്ഷിക്കുമെന്നുള്ള ആ വിശ്വാസം ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് ധ്യാനത്തിനിരുന്നു. 3-ാം ദിവസം ആദ്യം ചെന്നപ്പോഴൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, 2ാമതും ഇഷ്ടപ്പെട്ടില്ല, 3ാമത് കുറച്ച് ഇഷ്ടമായി. 4-ാമത്തെ ദിവസം എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കുന്നത് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ നടുവിന് സൗഖ്യം തരാൻ എൻ്റെ ദൈവം മതിയായവനാണല്ലോ,
എന്റെ യേശു എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കൂടെ ഞാൻ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേലേക്ക് വന്നിട്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൈ വന്ന് എന്റെ നടുവിന് തൊട്ടതുപോലെ എനിക്ക് അനുഭവമായി. അങ്ങനെ ഞാൻ 4-ാം ദിവസം എനിക്ക് സുഖമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആഴ്ചയിൽ അവിടുന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങുവാനിടയായി തീർന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഞാൻ ഇരുന്നപ്പോൾ ഇനി എനിക്ക് ഇവിടെ വരണം, എനിക്ക് ഇനി എന്റെ യേശു മതി, എനിക്ക് ഇനി ആരും വേണ്ട, ലോകത്തിൽ എനിക്ക് ഇനി ആരും ഞാൻ ആശ്രയിക്കുന്നില്ല, എന്റെ യേശു മാത്രം മതി എനിക്ക്, എന്റെ യേശു എന്റെ രക്ഷകനാണ്, എന്നെ സൗഖ്യമാക്കി ഇത്രയും വലിയ അത്ഭുതം എനിക്ക് ചെയ്തു. ഞാൻ ബെൽറ്റൊക്കെ ഉപയോഗിച്ചാണ് ഇരുന്നത്. ബെൽറ്റൊക്കെ അഴിച്ചു മാറ്റി അതിനുശേഷം ഇപ്പൊ 30 വർഷം ആയി ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ടില്ല. അതിപ്പോ ഞാൻ നടുവേദനയ്ക്ക് ആശുപത്രിയിൽ കിടന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഘട്ടത്തിലൂടെ ഭാരത്തിൽ കൂടെ കടന്നു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ കല്യാണം കഴിക്കാറായി, അവളെ വിവാഹം ചെയ്ത് വിടണം, വീടൊക്കെ പോയി എടുക്കുമായിരുന്നു, വീട് പണിയണം, അവളെ വിവാഹം ചെയ്ത് അയക്കണം, ഇങ്ങനെയുള്ള ചിന്താവിഷയങ്ങളെല്ലാം കടന്നു വന്നിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഭർത്താവിന്റെ മരണം. ഭർത്താവ് 5 വർഷത്തോളം കിടന്നു, തെങ്ങിൽ നിന്ന് വീണ് കിടന്നു കഴിഞ്ഞിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് എടുത്തുകൊണ്ട് നടക്കുന്ന അവസ്ഥ, എടുത്തുകൊണ്ട് വന്നു വേണം കുളിപ്പിക്കാനൊക്കെയും. അങ്ങനെ 5 വർഷത്തോളം ഞാൻ നോക്കി അതൊക്കെ മരിച്ചു പോകാനിടയായി തീർന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആ മക്കളും രണ്ടും ഞാനുമായി തീർന്നു. ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യുമെന്നെല്ലാം വിചാരപ്പെട്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളൊക്കെയും പിന്നെ എന്നിലേക്ക് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. എന്റെ മൂത്ത ആങ്ങളെ ഗൾഫിൽ പോയി. ഇപ്പോൾ ഗൾഫിൽ പോയ കാലം മുതല് എന്റെ ഈ ഭാരത്തിലേക്ക് പങ്കുചേർന്നു, എന്നെ കരം പിടിച്ച് എന്നെ സഹായിക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് അന്ന് മുതലൊക്കെ ഞാൻ കാണുവാനിടയാകുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അടി ചെയ്തതുപോലെ ഞാൻ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പിന്നെയും ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് പിന്നെയും 4 പ്രാവശ്യമായി ധ്യാനത്തിനായി പോയിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് ദൈവത്തിന്റെ വചനം കേട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവം എന്നെ അതിൽ കൂടിയാണ് എന്നെ ദൈവം മാറ്റം വരുത്തിയത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ മരിച്ചിട്ട് 38 വർഷമായി. ഭർത്താവ് മക്കളുടെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു, ദൈവം അനുഗ്രഹിച്ചു. മകളെ കല്യാണം കഴിച്ചു വിട്ടു, വീട് വളർന്നു. ഇതെല്ലാം ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. എനിക്ക് അതിനുള്ള വഴികളൊക്കെ ദൈവം തുറന്നു തന്നു. ദൈവം എനിക്കൊരു വിദ്യാഭ്യാസമില്ല, എനിക്ക് പഠിക്കുവാനുള്ള ഒരു ഉണ്ടായിരുന്നില്ല. 3 ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞാൻ അമ്മയുടെ കൂടെ പണിക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഇതൊക്കെ ബൈബിള് വായിച്ച് എനിക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാം എനിക്ക് ഇടയായിത്തീർന്നു. പിന്നെ എന്നേക്ക് ചെറിയൊരു വഴി ദൈവം തുറന്നു തന്നു. ആ വഴി വലിയ വഴിയായിരുന്നു. അതിൽ കൂടെ എനിക്ക് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരു വഴി തുറന്നു തന്നു. ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഈ മക്കളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരു ചിട്ടി വയ്ക്കുന്ന ഒരവസ്ഥയാണ് ആദ്യം ഞാൻ ചെയ്യുവാനിട. ഹല്ലേലൂയ. അതിൽ കൂടെ ആണ് ഇതൊക്കെ ചെയ്യുവാനിടയായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് സാധ്യമായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ 5 കൊല്ലത്തോളം കിടന്ന് അതെല്ലാം കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് മകളുടെ തൊണ്ടയില് ഇത് തൈറോയ്ഡ് രോഗമായിരുന്നു. മുഴ വന്നു. ഇനിയിപ്പോൾ ആരും എന്ത് ചെയ്യും, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിചാരിച്ച് അത് ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ മുഴ വളർന്നു വന്നു. അത് പിന്നെയും ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴെല്ലാം മരിച്ചു പോകേണ്ട അവസ്ഥ ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് കൊണ്ട് കിടത്തിയപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ കാലും കൈയിട്ട് അടിച്ചു. യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് യേശു അവിടെ ഇറങ്ങി വന്നു. എൻ്റെ ദൈവം രക്ഷിക്കുവാനിടയായി തീർന്നു. ആ മകളെ അതിൽ നിന്ന് വിടുവിച്ചു, രക്ഷിച്ചു, സഹായിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മകന് 5-ാം പനി വന്നു. അവന് ഒത്തിരി കൂടുതലായി പോയി. അപ്പോഴെല്ലാം ദൈവം സഹായിച്ചു.
ദൈവം പൂർണ്ണമായ സൗഖ്യത്തോടെ പിന്നെയും ചെയ്യുവാനിടയായി. എനിക്ക് കഴുത്തിന് തൈറോയ്ഡ് മുഴ, അങ്ങനെ എനിക്കും മകൾക്കും ഒക്കെ മുഴ വളർന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്കും ആശുപത്രിയിൽ പോയി മുഴ ഓപ്പറേഷൻ ചെയ്തു. 1 മാസത്തോളം ഞാൻ ആശുപത്രിയിൽ കിടന്നു. മക്കൾ ചെറുതായിരുന്നപ്പോൾ അപ്പോഴും മുഴ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നെയും മുഴ വളരാൻ തുടങ്ങി. മരുന്ന് കഴിച്ചില്ലായിരുന്നു. പിന്നെയും മുഴ വളർന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെയും മുഴ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും അത് കൊണ്ടു നടക്കുമായിരുന്നു. പിന്നെയും അപ്പോഴെല്ലാം അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ കാര്യാദികളെല്ലാം ചെയ്യുമായിരുന്നു. എനിക്ക് മുഴയെ കുറിച്ചുള്ള ചിന്തയോ വിചാരമോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് അവിടെ ഇരുന്നു കൊള്ളട്ടെ, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നടക്കുമായിരുന്നു. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോഴെല്ലാം ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കണമല്ലോ, അവരെ ആര് നോക്കും, അവരുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഓരോ വഴികളും വാതിലുകളും ഞങ്ങളെ സഹായിക്കുവാനിടയായി തീർന്നു. ഞാനും മക്കളും അനാഥരായി പോയപ്പോൾ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നു. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. നന്ദിയോടെ സ്തോത്രം. മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേൾക്കുന്തോറും എനിക്ക് എന്റെ ആത്മാവ് എനിക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ ആത്മാവിനെ നിറയുവാനിടയായി തീർന്നു. ദൈവാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് ഭൂമിയിൽ അനുഭവിക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. നന്ദിയോടെ സ്തോത്രം. ആർക്കും തരാൻ പറ്റാത്ത സമാധാനം, ആർക്കും മാറ്റാൻ പറ്റാത്ത രോഗസൗഖ്യം എല്ലാം എന്റെ യേശു തരുവാനിടയായി തീർന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ലോകത്ത് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവരും, ഞങ്ങളുടെ ദേശത്തുള്ളവരും എല്ലാവരും എന്നോട് എന്നെ സഹായിച്ചു. എല്ലാവരോടും സൗമ്യമായി നിന്നുകൊണ്ട് ജീവിതം ഇത്രത്തോളം വരുവാനിടയായി. ഹല്ലേലൂയ. അപ്പോഴെല്ലാം ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടായ്മ ഡിവൈൻ പോയിട്ട് വന്നിട്ട് കൂട്ടായ്മ നടത്തിക്കൊണ്ടേയിരുന്നു വീടുകളിലൊക്കെയും. അന്യ സമയത്ത് അതിനൊക്കെയും മുടക്കം വന്നപ്പോൾ പിന്നെ ഞാൻ എന്നെ ഒരു ദിവസം ദൈവാത്മാവെന്നെ ഓർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്നോട് പറഞ്ഞു. നീ 3:5 പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് എന്നോട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് എന്നെ എഴുതി കാണിച്ചു. ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എന്നെ എഴുതി കാണിപ്പിച്ചു. എഴുതി കാണിച്ച് കറുത്ത അക്ഷരം വെളുത്ത കളത്തിനകത്ത് എഴുതി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ എന്നെ കാണിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് എനിക്ക് ആലയമുണ്ട്. ഈ ആലയത്തിലേക്ക് ഞാൻ ഓടി വന്നു. ദേവദാസിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം, എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുവാനിടയായി. അപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോനെ അമ്മയ്ക്ക് സ്നാനപ്പെടണം, അത്യാവശ്യമാണ്, എന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമാണ്, ഭാരമാണ്, എന്നെ ഇളക്കി മറിക്കുന്നതായ പ്രയാസങ്ങൾ എന്നിലേക്ക് കടന്നു വന്നു. ഒരു വ്യക്തി വിളിച്ചിട്ട് വന്നതല്ല, ഞാൻ ദൈവസന്നിധിയിലേക്ക് വ്യക്തി വിളിച്ചിട്ട് വന്നതല്ല ഒരിക്കലും. ദൈവാത്മാവ് എന്നോട് രാത്രിയിൽ എഴുതി കാണിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ദൈവത്തിക്ക് വരുവാനിടയായി തീർന്നത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ദൈവം അതെല്ലാം ചെയ്യുവാനിടയായി. എന്റെ ആഗ്രഹങ്ങളെ ദൈവം മാനിച്ചുകൊണ്ട് ഞാൻ സ്നാനപ്പെടുവാൻ 2007 ഞാൻ സ്നാനപ്പെട്ടു. സഭയോട് ചേർന്നു. 2007 2014 വന്നപ്പോൾ എന്റെ മോളും മോനും കൂടി സ്നാനപ്പെടുവാനിടയായി. പിന്നെ 14 വന്നപ്പോൾ അവര് സ്നാനമേറ്റു. കുഞ്ഞുങ്ങള് സ്നാനം പറ്റില്ല. അങ്ങനെ ഒക്കെ ഇടയായി. ദൈവാനുഗ്രഹിച്ച് ഇത്രത്തോളം നടത്തി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. മഹാത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിച്ചു. ഇത്രത്തോളം ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. അവരുടെ വിവാഹമൊക്കെ വന്നപ്പോഴും എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. ഇതെല്ലാം എന്റെ ദൈവം, എന്റെ യേശു എന്റെ കൂടെ നടന്നു, എന്റെ കൂടെ എന്റെ മുമ്പില് ഇതിലെ പോ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്നെ വഴി കാട്ടിക്കൊണ്ട് പോയി എന്നെ ഇതെല്ലാം ചെയ്യിക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്ത് അത്ഭുതകരമായി എന്നെ മാനിക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. എല്ലാവരാലും ഇഷ്ടക്കുറവൊക്കെയും ഉണ്ടായിരുന്നു. എങ്കിലും
ഇപ്പോൾ ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല. പോയ നാളുകളില് അതൊക്കെയും ഉണ്ടാകുമല്ലോ, ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ, അതൊന്നും സാരമില്ല. എനിക്ക് ആരോടും ഒന്നും വഴക്കില്ല. എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രം ഈ ഭൂമിയില് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. നമ്മൾ ഈ ജീവൻ തന്ന ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, അവന്റെ പൊന്നുകരങ്ങളിലേക്ക് അടികളെ സമർപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ മോന് പോയതിന് വിരോധം അന്ന് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാൻ സ്നാനമേറ്റു. എന്റെ മകന് കൂടി വന്നു, എന്റെ കൂടെ വന്നു. ഞാൻ സ്നാനമേറ്റു, സഭയോട് ചേർന്നു. എനിക്ക് അന്ന് മുതല് സന്തോഷമാണ്. സന്തോഷത്തോടെ ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത്, ഓരോ ദിവസവും എന്ത് ചെയ്യുമെന്ന് ഓർത്ത് മുന്നോട്ട് വരുമ്പോഴും എന്റെ ദൈവം അതെല്ലാം നന്നായി നടത്തുവാനിടയായി. അങ്ങയോട് സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യർക്ക് കഴിയാത്തത് എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്ത്, നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരു കണ്ണിന് ദയയില്ലാതിരുന്നപ്പോഴും ദൈവത്തിന്റെ മഹാകരുണയുണ്ടായി. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തിന്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയും എന്റെ ദൈവം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് എന്റെ ദൈവം ഇത്ര വലിയവനാണല്ലോ, എന്റെ ദൈവം ഇത്ര വലിയവനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴാണല്ലോ അറിഞ്ഞതെന്ന് ചിന്തിക്കുവാനിടയായി. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം പള്ളിയിലൊക്കെയും പോകുന്നുണ്ടെങ്കിലും എനിക്ക് വിശ്വാസം, വിശ്വാസം, യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളാതെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ യേശു ഉള്ളത്തിൽ വന്നപ്പോൾ നമ്മളിലേക്ക് യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്റെ ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെയും കാണുവാനിടയായി. കുഞ്ഞുങ്ങള് പഠിക്കുന്നുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവില് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഈ ഒരു ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടിയനെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. എന്റെ പ്രായമുള്ളവർ അനേകരും ഭൂമിയിലെല്ലാം മാറ്റപ്പെട്ടപ്പോഴും എന്നെ ജീവനോടിരുന്ന ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവത്തിന് സാക്ഷിയാകുവാനും എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴൊക്കെയും പിന്നെയും രോഗങ്ങളും ഭാരങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും എല്ലാം ദൈവം നീക്കുമ്പോൾ തന്ന് കൊണ്ടുവരികയായിരുന്നു. മകന് മഞ്ഞപ്പിത്തം പിടിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞിട്ട് കവിണ്ട് കൂടിയിട്ട് ഡോക്ടർമാർ ഉപേക്ഷിച്ച നിലയിലായി. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് കൊണ്ടുപോകാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പോയി. അപ്പോഴെല്ലാം ഞാൻ തകർന്നു പോയി, അവസ്ഥയിലായി പോയി. അപ്പോൾ ഞാൻ എന്റെ ദൈവം ബലത്തോടെ നിർത്തി അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ പറഞ്ഞു, ഇത് കൗണ്ട് ഒത്തിരി കൂടിയിരിക്കുകയാണ്, നീ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, കൗണ്ട് കുറയണം എന്ന് പറഞ്ഞു. അവിടെ കിടത്തി 2-3 ദിവസമായപ്പോഴത്തേക്കും കൈവിട്ട് പോവില്ലപ്പാ, യേശുവേ എനിക്ക് തരണേ, എനിക്ക് ആരുമില്ലപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. കർത്താവേ, എനിക്ക് തരണമേ, എനിക്ക് ആരുമില്ലപ്പാ, ഒരു മോനുള്ളത്. ദൈവമേ, കണ്ണൊക്കെ ഇങ്ങനെ ഉന്തി വന്ന് മഞ്ഞച്ച് ഒത്തിരി കൂടുതലായി, മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ ഇരുന്ന സമയത്ത് ദൈവമേ, അവന്റെ കൗണ്ട് 3 ദിവസം കുറയുവാനിടയായി. അത്ഭുതമെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെയും കാണുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, അവനെ ജീവനോടെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അത്രത്തോളം കൂടി വന്ന ആ മഞ്ഞപ്പിത്തം, FITTB എന്ന് പറഞ്ഞ ആ മഞ്ഞപ്പിത്തം ഒത്തിരി കൂടുതലായി പോയി. അതിൽ നിന്ന് രക്ഷിച്ച ദൈവം എന്റെ മകനെ ഇന്നയോളം കാത്തുപരിപാലിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനെ പിന്നെയും മുഴ വളർന്നു വന്ന്
രണ്ടു വശത്തും ഭയങ്കര മുഴയായി വന്നു. ആ മുഴ കൊണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് ഇവിടെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കോഴിക്കോടേക്ക് പോയി. മകൻ കോഴിക്കോടേക്ക് കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മുഴ ഇങ്ങനെ ഞരമ്പിന്റെ ഇടയ്ക്കിടെ എല്ലാം വിരിഞ്ഞു കെട്ടിയിരിക്കുവാണ്, ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നല്ല സർജനെ കൊണ്ട് നാട്ടിൽ പോയി ചെയ്യേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. 2025 ജനുവരി ഫെബ്രുവരി 17 ആയിരുന്നു എൻ്റെ ഓപ്പറേഷൻ. 2025 17 ഫെബ്രുവരി അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഞാൻ എനിക്ക് ബോധമൊക്കെ വന്നു. നേരത്തെ ബോധമൊക്കെ വന്നെങ്കിലും എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലായി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പ്രയാസങ്ങളായി. പിന്നെ എനിക്ക് എൻ്റെ കാൽസ്യം പോയി, സോഡിയം പോയി, എല്ലാം പോയി. ഞാനൊരു കാന്തിയെ പോലെയായി, ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥ. വെള്ളം ഒടികളൊന്നും ഇറങ്ങുന്നില്ല ഉള്ളിലേക്കിടെ. അതിന് സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിൽ കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അവസ്ഥയായിരുന്നു. എൻ്റെ മോള് ചോദിച്ചു, അമ്മയ്ക്ക് എന്നെ പറ്റിയ എന്ത് ചോദിക്കണ്ട. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുവാനിടയായി തീർന്നു. എൻ്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചു. ഞാൻ സഭയിലേക്ക് വിളിച്ചു പറഞ്ഞേരം, മോളെ അമ്മയ്ക്ക് കൂടുതലാന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. മോളല്ല, എൻ്റെ സഭയില് ദേവദാസനും കുടുംബവും എല്ലാ ദൈവമക്കളും കൂടിയിരുന്ന് വെള്ളിയാഴ്ച അന്ന് കഴിഞ്ഞ ദിവസം അവരെല്ലാവരും ആത്മാർത്ഥമായി കണ്ണീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിട്ട് സ്തോത്രം. ആ പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആശ്വാസമായി. എന്റെ ശ്വാസം മുട്ടല്, എനിക്ക് ശ്വാസം വന്നു. എന്റെ ശ്വാസം കടന്നു പോകാനുമായിട്ട് ഞാൻ വെപ്രാളം കൊണ്ട് ആ നിമിഷം ഇന്നും എനിക്ക് ഓർമ്മ. എന്ത് അനുഭവമായിരുന്നു എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എത്രത്തോളം കടന്നു വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മരിക്കുവാണെങ്കിൽ മരിച്ചുകൊള്ളട്ടെ, എനിക്ക് വേഷം എൻ്റെ മോള് വിഷമിക്കുമല്ലോ. അപ്പൊ അവളോട് സഭയിലേക്ക് വിളിച്ചു പറഞ്ഞേരെ അമ്മയ്ക്ക് കൂടുതലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവളൊന്നും അറിയിച്ചില്ല. അങ്ങനെ എനിക്ക് ആ മരണത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു. അത്ഭുതകരമായി. അത് കഴിഞ്ഞ് എൻ്റെ സ്വരം മുഴുവനും പോയി. സ്വരം ഒട്ടുമില്ല. വീട്ടിൽ വന്നപ്പോഴൊന്നും എനിക്ക് സ്വരമില്ല. എഴുതി കാണിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ദൈവത്തിന്റെ സാക്ഷിയാകുവാനും ദൈവത്തിന് വേണ്ടി പാടുവാനും ദൈവത്തിന് വേണ്ടി മഹത്വം കൊടുക്കുവാനും കർത്താവേ എനിക്ക് സ്വരം തന്നെയപ്പാ, എന്റെ സ്വരം കടന്നു വരണമേ, യേശുവേ എന്റെ സ്വരം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ സ്വരം അവിടെ കടന്നു വന്നു. സ്വരം പുറത്തേക്ക് കേൾക്കുവാനിടയായി. അങ്ങനെ ഞാൻ ചെറിയ പാട്ടൊക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ജീവനോടിരുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ. ദൈവമിടയാക്കിയതോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിന്ന് കാലിനെ വീഴ്ചയുന്നു കാലിനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവം എത്രത്തോളം പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഉപകാരങ്ങളെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഞാൻ മറ്റുള്ള എന്നെ രക്ഷിക്കുവാൻ ആരാണുള്ളതെന്ന് ഓർത്ത് ഞാൻ ഓടി നടന്ന കാലഘട്ടം. ഒരുപാട് കൂട്ടായ്മകളിലേക്കെല്ലാം ഞാൻ ഓടിപ്പോകുമായിരുന്നു. എന്നെ ആരാണ് രക്ഷിക്കേണ്ടത്, എന്നെ ആര് രക്ഷിക്കും, എനിക്കറിയില്ല ആരാ രക്ഷിക്കണേന്ന്. എവിടെയെല്ലാം കൂട്ടായ്മയുണ്ടോ അവിടെയെല്ലാം ഞാൻ പോകുമായിരുന്നു. 30 വർഷമായി ഇപ്പൊ ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ അവിടെ ഇവിടെ എല്ലാം ഓടിപ്പോയി. എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്ന ഈ ജ്ഞാനമേറ്റതിന് ശേഷമേ എന്നെ ഉറപ്പിക്കുള്ളൂ. അല്ല അതിന് മുമ്പെല്ലാം ഞാൻ ഇവിടെ എല്ലാം ഓടിപ്പോവും. എന്നെ രക്ഷിക്കുന്ന ദൈവം എവിടെയാണ്, എന്നെ ആരാണ് രക്ഷിക്കണേന്ന് എനിക്കറിയില്ല. എന്റെ യേശു രക്ഷിക്കുമെന്നുള്ള ബോധ്യം അന്നില്ല എനിക്ക്. ഹല്ലേലൂയ. യേശു അനേക അത്ഭുതങ്ങളെ ചെയ്തല്ലോ. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ച ദൈവം. ഹല്ലേലൂയ. കുനിയായ സ്ത്രീ നിവർത്തിച്ച ദൈവം. കുടികളില് ഹല്ലേലൂയ. യേശുവേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. എല്ലാ വചനങ്ങളെയും ഓർക്കുന്നു. ഹല്ലേലൂയ. യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് ഹൃദയത്തിന്റെ വചനങ്ങളൊക്കെയും കേറി കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും തിരമാലകളെയും അടക്കിയ ദൈവം, മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുവാനിടയായി.
സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളും എന്റെ ദേശത്തുള്ളവരും എന്റെ ഭവനത്തിലുള്ളവരും എല്ലാം എന്റെ യേശുവിനെ മനസ്സിലാക്കുവാൻ അറിയുവാനും അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിലെല്ലാം യേശുവേ സ്തോത്രം. മാനസാന്തരപ്പെട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുകയെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അനേകായിരങ്ങള് ഹല്ലേലൂയ ഈ ലോക ഇൻപങ്ങളിൽ ആറാടിക്കൊണ്ട് ജീവിക്കുമ്പോൾ യേശുവേ അപ്പന്റെ പാതപിടത്തോട് ഓടിയെടുക്കുവാൻ ആർക്കും മനസ്സില്ല. ഹല്ലേലൂയ. യേശുവിന്റെ തൃപ്പാദങ്ങളിലേക്ക് ഓടിയെടുക്കുകയാണെങ്കിൽ യേശു എന്ത് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓടിയെടുക്കുകയാണെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, യേശുവിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. യേശുവേ മാർത്തയോട് പറഞ്ഞു, യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ഹല്ലേലൂയ. മാർത്ത വിശ്വസിച്ചപ്പോൾ അവിടെ അത്ഭുതം നടക്കുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതാ പലതിനെ കുറിച്ച് വിചാരപ്പെട്ടിരിക്കാതെ യേശുവിനോട് അടുത്ത് ചേർന്നിരുന്നു കൊണ്ട് ഹല്ലേലൂയ സകല വിചാരങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അടക്കി വെച്ചുകൊണ്ട് യേശുവിന്റെ വാദപിടത്തോട് ചേർന്നിരിക്കുമ്പോൾ യേശു വന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്. ഹല്ലേലൂയ. സ്തോത്രം. നാഥ അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൻ പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ചെയ്ത അനേക കാര്യങ്ങൾ പിന്നെയും പറയുവാനുണ്ട്. എങ്കിലും ഞാൻ അതൊക്കെയും എല്ലാം ഓർക്കുന്നില്ല. ഒത്തിരി ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് മകൾക്ക് രണ്ടാമതോ എല്ലാം കഴുത്തിലും മുഴകൾ കൊണ്ട് ഞങ്ങള് രോഗികളായി തീർന്നു. ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലായി പോയപ്പോൾ ദൈവം ഈ എന്റെ ജീവിതത്തെ പണിതെടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ പുതുക്കി തന്ന ദൈവം, എന്റെ ജീവിതത്തെ പണിതെടുത്ത ദൈവം, എന്റെ ദൈവമല്ലാതെ ആരുമല്ല ഇത്. ഹല്ലേലൂയ. എനിക്ക് എന്ത് തന്നോ എന്തുണ്ടോ എല്ലാം ദൈവത്തിന്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാനും ദൈവം ചെയ്ത കൃപകളെ കുറിച്ച് പറയുവാനും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ എല്ലാവരോടും വിളിച്ചു പറയണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാൻ ഈ ടിവിയിൽ കൂടെ ദൈവദാസനിൽ കൂടെ എനിക്ക് ഒരുക്കി തന്ന ഈ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദി. ശ്യാമളേനെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബത്തെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ തൃപ്പാദത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വരുന്ന ആളുകളില് അനേകായിരങ്ങൾ സാക്ഷ്യത്തിനായി കടന്നു വന്ന് ഈ യേശുവിനെ ഉയർത്തുവാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവദാസനിൽ കൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവത്തിന്റെ മഹത്വം ദേശത്തിന് വേണ്ടി ദേശത്തെല്ലാം അനേകര് ദൈവത്തെ അറിയാതിരിക്കുന്ന ജീവിതങ്ങൾ അനേകരുണ്ട്. എല്ലാവരും എന്റെ ദൈവത്തെ അറിയണമെന്നാണ് എന്റെ ആഗ്രഹം. യേശുവിന്റെ നാമത്തിലേക്ക് എല്ലാവരെയും കർത്താവ് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെല്ലാം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കെല്ലാം അവിടെ നിന്ന് വരാൻ കഴിയില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ദൈവം സാധിപ്പിക്കുമ്പോ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവരോടൊന്നും ഞാൻ പറയുമല്ലാതെ എനിക്കൊന്നും കഴിയില്ലല്ലോ. ദൈവം ആകർഷിക്കല്ലാതെ ഒരിക്കലും ദൈവസന്നിധിയിൽ വരികയില്ലല്ലോ. ദൈവം ആകർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ സഭയിലെ ദൈവദാസനും കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് അനുകൂലമായി ഇതൊക്കെയും ചെയ്തു വരുവാനിടയായി തീർന്നു. ആരും മരുവിൽ ഒരു തുണയില്ലെങ്കിലും ഉരുകും നീ നിനയരുതേ. ആരും മരുവിൽ ഒരു തുണയില്ലെങ്കിൽ ഉരുകും നീ നിനയരുതേ. നാടും വീടും കൂടുള്ളോർ വേടി ഇടുക്കമീ പാത നീ കടന്നിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടണം. കുറുകി ഞെരങ്ങി കാത്തിരിക്കും
കൂറും പ്രാവേനിൻ ഇണവരാറായി. സ്തോത്രം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനോടും ഏരോമ ജീവിയോടുള്ള ദൈവമേ സ്നേഹം നിറഞ്ഞ കർത്താവേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം അനുഗ്രഹിക്കണേ, കൂടുതലായി കൂടുതലായി അനുഗ്രഹിക്കണേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേകായിരങ്ങൾ ദൈവത്തെ സാക്ഷിക്കുവാനും ദൈവത്തിന്റെ മക്കളായി തീരുവാനും ഓരോരുത്തരും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇനി ഇടയാക്കണമേ, വർദ്ധിച്ചു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് മനസ്സലിയണമേ, കൃപ ചെയ്യണമേ. ശോഭ കരുണയുള്ള ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം എന്റെ ദൈവം എനിക്ക് ശക്തിയും ബലവും ആയുസ്സും ആരോഗ്യം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവം സ്വന്തമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ വാദപടത്തിലേക്ക് അടിയനെയും ദേവദാസിനെയും എല്ലാ കാര്യങ്ങളും നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.